നമസ്കാരം. ഇന്ന് പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസത്തെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ മാസം ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ശനിദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നു എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ശനിദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കടന്നു വരാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കാനായി പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ശനിദേവന്റെ കടാക്ഷത്താൽ ഈ മാസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ 12-ലും ജന്മരാശിയിലും വ്യാഴം, ആദിത്യൻ എന്നിവ സഞ്ചരിക്കുന്നതും ബുധ-ശുക്രന്മാർ ജന്മരാശിയിലുള്ളതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ഇവർക്ക് നൽകും എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ശനിദേവന്റെ കടാക്ഷത്താൽ ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുവാൻ അഥവാ അനുകൂലമാകുന്ന പല കാര്യങ്ങളും ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കും. കൂടാതെ ഈ സമയം ആഡംബരപരമായ വസ്തുക്കൾ വാങ്ങുക, വന്നു ചേർന്നിരിക്കുന്നതായ രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോവുക, മനക്ലേശങ്ങൾ ഒഴിയുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഏതൊരു തടസ്സത്തെയും നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. യാത്രകൾ കൂടി അനിവാര്യമായി വന്നേക്കാം. എന്നാൽ ഈ സമയം പല വ്യക്തികളുടെ സഹായവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ശനിദേവനെ ആരാധിക്കുന്നതും പരമശിവനെ ആരാധിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദേവന്റെ കടാക്ഷം ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതിനാൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. കൂടാതെ 3 ഗ്രഹങ്ങൾ 11ാം ഭാവമായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക, പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ കാര്യങ്ങൾ അത് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ അനുകൂലമാകാം, തടസ്സങ്ങൾ ഒഴിയാം, ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ പല വസ്തുക്കളും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. പ്രതികൂലമായ സാഹചര്യത്തെയും അനുകൂലമാക്കി മാറ്റുവാൻ അല്പം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഇവർക്ക് സാധിക്കും. ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. കൂടാതെ വ്യാപാരവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ശനിദേവന്റെ കടാക്ഷം കൂടി ഇവർക്കുള്ളതിനാൽ തന്നെ ശനിദേവന്റെ കടാക്ഷത്താൽ തന്നെ ഇവർക്ക് പല നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. അസംഭവ്യം എന്ന് പറഞ്ഞ പല കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ചതായ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും. പല കാര്യങ്ങളും ശോഭനമായി തീരും എന്ന കാര്യവും ഓർക്കുക. അർഹിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം, തടസ്സങ്ങൾ ഒഴിയാം. കുടുംബത്തിലും സമൂഹത്തിലും നിങ്ങളുടെ സ്വാധീനം ഉയരുന്നതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ, ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാൻ ശനിദേവന്റെ കടാക്ഷത്താൽ സാധിക്കും. കൂടാതെ ഈ സമയം ഏതൊരു വ്യക്തിയിൽ നിന്നും പിന്തുണ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതായ സമയമാണ്. അതിനാൽ തന്നെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഐക്യം വർദ്ധിക്കുന്നതായ സമയമാണ്. സാമ്പത്തികപരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. വിവാഹത്തിലുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും ഈ സമയം ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ഉത്ര നക്ഷത്രക്കാർക്കും ശനിദേവന്റെ കടാക്ഷം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. സ്വന്തം തീരുമാനങ്ങൾ എടുക്കുവാൻ, ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. കൂടാതെ സ്വതന്ത്രമായി തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ പലവിധ തടസ്സങ്ങൾ ഒഴിയുകയും അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ മറ്റ് തടസ്സങ്ങൾ ചിലത് ഒഴിയുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അത് ശനിദേവന്റെ കടാക്ഷത്താലാണ്. കൂടാതെ ധനപരമായ ചില നേട്ടങ്ങൾ, വിവാഹത്തിലുള്ള ചില തടസ്സങ്ങൾ ഒഴിയുക,
നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ കോപം കുറയ്ക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും പ്രതീക്ഷിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും വാങ്ങുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതായ സമയം എന്ന് തന്നെ നിസ്സംശയം പറയാം. വരുമാനം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കുടുംബത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. നവസംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂലമായ ഫലം വന്നു ചേരും. കൂടാതെ ശനിദേവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഒരു വ്യക്തിയോട് കാര്യങ്ങൾ പറഞ്ഞ് അത് ശരിയായ രീതിയിൽ തന്നെ അവതരിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അതിനാൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം തീർച്ചയായും പരമശിവനെയും ശാസ്താവിനെയും അതേപോലെ തന്നെ ശനിദേവനെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദേവന്റെ കടാക്ഷത്താൽ ഏതൊരു കാര്യത്തിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് പറയാം. കൂടാതെ 6ാം ഭാവത്തിലെ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളും സാമ്പത്തികപരമായ ഉയർച്ചയും നൽകും. അത്തരത്തിൽ ശനിദേവന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും പിന്തുണ ലഭിക്കുകയും തടസ്സങ്ങൾ ഒഴിഞ്ഞ് ആദായം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരികയും അത് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാലതാമസം ഉണ്ടാകുന്നതായ കാര്യങ്ങളെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ ചെയ്യുവാനും കാലതാമസം ഒഴിവാക്കുവാനും സാധിക്കും. ഏതൊരു കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പല രീതിയിലുള്ള ദുരിതപൂർണമായ അവസ്ഥകളെയും തരണം ചെയ്യുവാൻ സാധിക്കും. ഈ സമയം ശനിദേവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഐക്യം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതായ ധനം തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുന്നതുമാണ്. പൊതുവെ ശനിദേവന്റെ കടാക്ഷത്താൽ അനുകൂലമാണ് ഫലങ്ങൾ. ശുഭവാർത്തകൾ പോലും കേൾക്കുവാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാകുന്നു. ശനിദേവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ മെച്ചപ്പെട്ടതായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയം എന്ന് നിസ്സംശയം പറയാം. ധാരാളമായി തന്നെ നേട്ടങ്ങൾ വന്നു ചേരുക, സാഹചര്യങ്ങൾ അനുകൂലമാവുക, കർമ്മമണ്ഡലത്തിലും തൊഴിൽ മേഖലയിലും ശനിദേവന്റെ കടാക്ഷം പ്രകടമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം പദവികളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. നിങ്ങൾ എടുക്കുന്നതായ ഏത് തീരുമാനവും അത് ശ്രദ്ധാപൂർവം എടുക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സഹകരണം പലരുടെയും ലഭിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ പല കാര്യങ്ങളിലും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കൈകളിലേക്ക് ധനം പല വഴികളിലൂടെയും വന്നു ചേരാം. നിങ്ങൾ അനുഭവിക്കുന്നതായ തടസ്സങ്ങൾ ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തിനും ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ ധനപരമായ നേട്ടങ്ങളും വന്നു ചേരും. തൊഴിൽ ലഭിക്കുവാനും അനുകൂലം തന്നെയാണ് സമയം. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ കലഹങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ പോലും സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ശനിദേവനെ ആരാധിച്ച് പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ശനിദേവനെയും പരമശിവനെ ആരാധിക്കുന്നതും ശുഭകരമാണ്. ശനിദേവന്റെ ക്ഷേത്രത്തിൽ അഥവാ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ശുഭകരമാണ്. കൂടാതെ ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്.